ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ചെറിയ ടെൻഷൻ നമ്മളെ അലട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു ടെൻഷനാണ്. മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ഈ ജോലിയുടെ കാര്യമാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് കഴിഞ്ഞ ദിവസം ഓക്കെ ആയി. അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മളൊരു പ്ലാന് എടുപ്പിക്കണം. അത് നല്ലൊരു എമൗണ്ട് ആവണം എന്നുണ്ട്, നല്ല ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് മേഡം അയച്ചു തരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഡിസംബർ എന്നുള്ള ഒരു മാസത്തിൽ നിൽക്കുകയാണ്. പിന്നെ ചിലരൊക്കെ തിരക്കിലാണ്, ചിലർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് ഐ ഡി ഇപ്പം തന്നെ ആക്റ്റീവ് ആക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പം നേട്ടമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ ആക്റ്റീവ് ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഐ ഡി കട്ടായി പോകും. പിന്നെ എക്സാം എഴുതണമായിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ അത് വലിയൊരു പ്രശ്നമായിട്ട് വരാനുമില്ല. എന്താ പറയുക, നമ്മൾ തുടക്കമാണ്. ഇന്നിപ്പോൾ ഒന്ന് ഐ ഡി ആക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ചെയ്യണോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു ചെറിയൊരു വിഷമം കൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഇന്നൊരു ദിവസത്തേക്കാണ്. ഞാൻ എപ്പോഴും പറയും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ആ ഒരു ദിവസമാണ് നമ്മളെ കൂടുതൽ ബാധിക്കുക. പിറ്റേ ദിവസത്തേക്ക് അതങ്ങനെ നമ്മളെ ബാധിക്കില്ല. അത് നമ്മൾ ഒരു സാധാരണ പ്രശ്നമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം അതെന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയെന്ന് പറയുന്നത് നമ്മൾ അനുഭവപ്പെടുന്ന ആ ഒറ്റ ദിവസമാണ് അതിൻ്റെ ഏറ്റവും വലിയ തീവ്രത. പിന്നെ അത് മാറി മാറി വരികയാണ് അല്ലേ. അപ്പോൾ ഇന്നും എനിക്ക് അങ്ങനെ ഒരു ഇതാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എല്ലാവരിലേക്കും പറഞ്ഞിട്ട് എനിക്ക് പക്ഷെ അതൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. സാരമില്ല, നമ്മളുടെ ഒരു സമയമുണ്ടല്ലോ. ഞാൻ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്, വേറെ ഒന്നുമില്ല, നിമിത്തം എന്നതിൽ. അപ്പം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. അപ്പം ചിലപ്പോൾ ആ സമയത്ത് ഒന്നിലധികം ഓപ്ഷനുകളായിരിക്കും നമുക്ക് വരിക. അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. എന്തായാലും നോക്കാം എങ്ങനെയാകും. അപ്പോൾ ഇത് പറയുമ്പം ട്യൂഷൻ സെൻ്ററിൽ CBSE കുറേ കുട്ടികളുണ്ട്. അപ്പം കുറച്ച് കുട്ടികളൊക്കെ ഇനിയും വരുന്നില്ല എന്നുള്ള രീതിയിലാണ് വീട്ടിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം സാറിന്ന് എന്നോട് പറയാമായിരുന്നു. അപ്പം പുതിയൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. സാറ് ചെറുപ്പക്കാരനാണ്, BCom കഴിഞ്ഞ കണ്ടുള്ളൂ. സാറ് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാമല്ലോ പഠിപ്പിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇമ്പോസിഷൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പം വൈകുന്നേരം പറഞ്ഞു കേൾപ്പിക്കൽ എന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നൊന്നും ഒരാളും പഠിച്ചുകൊണ്ട് വരത്തില്ല. ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോവാണ്. ഇമ്പോസിഷൻ കൊടുത്താൽ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർ എഴുതി കൊണ്ടുവരും, ഇല്ലെങ്കിൽ അതുമില്ല. അപ്പോൾ സാറ് പറയണം ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുട്ടികൾ 5 പേരാണ് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നതെന്ന്. ഞാൻ അതപ്പം നമ്മുടെ സ്ഥാപനത്തിന് അതൊരു ഇതില്ല. 5 പേരെന്ന് പറയുമ്പോൾ ആ ഒരു എമൗണ്ട് അങ്ങനെ പോവാണ്. സാറിങ്ങനെ പറയാം. അപ്പം ഞാൻ ഇത്തിരി സ്ട്രിക്റ്റൊക്കെ പിടിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു ഒത്തിരി ഇതായിട്ടും പറയത്തില്ല. കുറച്ച് ഞാൻ പറയും, പിന്നെ അവരുടെ ഇഷ്ടം എന്നുള്ള രീതി വിടും നമ്മൾ. പക്ഷേ പറയേണ്ട രീതി പറയണം എന്നുള്ളൊരു എൻ്റെ ഒരു നിർബന്ധമാണ്. എൻ്റെ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തെ ആണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞാൽ അറിയാം. നമ്മൾക്കുള്ള സ്നേഹവും കൊടുക്കുന്നുണ്ട്, അവർക്ക് ദേഷ്യവും കാണിക്കുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പിന്നെ അവരുടെ വീട്ടുകാരുമായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അതിൽ നമുക്ക് 15 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2 പേര് മാത്രമാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പഠിത്തം വേണ്ടെന്ന് വെച്ചു. കാരണം 2 പേരും നല്ല ഒന്നാന്തരം ഉഴപ്പന്മാരാണ്. അവരിങ്ങനെ കറങ്ങി അടിച്ച് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം സാറ് പക്ഷേ അതപ്പം പറഞ്ഞായിരുന്നു, അവന്മാരല്ലേലും പഠിക്കാനായിട്ടുള്ള ഒരു ഇതാണെന്നല്ല. പക്ഷെ 2 പേരും പഠിക്കുന്നതാണ്. പക്ഷേ ഇവരെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ട്യൂഷൻ സെൻ്ററിലേക്ക് വിടാൻ ആരുമില്ല. ഒരാളുടെ അമ്മ ജോലിക്ക് പോകുന്നതാണ്. അപ്പം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും താമസിക്കും. അപ്പോൾ ഇവൻ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കും. അതാണ് പരിപാടി. മറ്റൊരുത്തനാണെങ്കിൽ കൂടെയുള്ള ഒരു കൊച്ചനുണ്ടായിരുന്നു. ഇവർ 2 കൂട്ടുകാരാണ്. അവൻ 2-3 ദിവസം വന്നില്ല പനിയായിട്ട്. അപ്പം മറ്റേവനെ ഒറ്റയ്ക്കായപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അവനാണ് അങ്ങനെ. അപ്പോൾ 2 പേരാണ് 15 പേര്. പിന്നീട് ആരും നിർത്തിയിട്ടില്ല. പക്ഷേ പകരം 2 പേരപ്പം വരുകയും ചെയ്തു. പക്ഷേ അത് സാറിൻ്റെ ഇതിൽ മാറ്റുകയും ചെയ്തു. അപ്പോൾ അവർ വേറെ നവോദയയുടെയൊക്കെ എന്തോ
ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മുടെ കുട്ടികൾ, കൊച്ചു കുട്ടികൾ, നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും, നമ്മൾ സ്നേഹമുണ്ട്, അതങ്ങനെ പോകുന്നു. പക്ഷേ ഇന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സാറാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ചില സ്ഥാപനങ്ങളിൽ പഠിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അപ്പം സാറ് പറയുന്നത് CBSE അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രൻസ് എക്സാം ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള ഒറ്റ ഒരാളും പാസ്സാകുന്നില്ല. ഇവിടെ അടുത്തൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അവൻ ഹസ്ബൻഡിൻ്റെയൊക്കെ ഫ്രണ്ടാണ്, സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണ്. അപ്പോൾ എപ്പോഴും സാറത് പറയും ഉദാഹരണമായിട്ട്, സ്റ്റേറ്റിൽ പഠിച്ച ആളാണ് അവിടെ സയൻറ്റിസ്റ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ CBSEയിൽ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ട് എന്താ സംഭവിച്ചത്? പലർക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ വായിക്കും, എഴുതുമെന്നുള്ളത്. എനിക്ക് സ്വന്തമായിട്ട് എഴുതാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറയാനോ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നല്ല രീതിയിലും അല്ല താൻ. അപ്പം കുട്ടികൾ വീട്ടിലേക്ക് വന്ന് പറഞ്ഞിരുന്നതും അത് കേട്ടിട്ട് പിന്നെ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഒരു വ്യത്യാസം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ CBSE ഇച്ചിരി ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. എങ്കിൽ കഴിഞ്ഞ ദിവസം സാറാണെങ്കിൽ ചേഞ്ച് ചെയ്തു. മാത്സ് സാറെടുക്കാം, ഹിന്ദി ഇപ്പോൾ കുറേ നാളുകൊണ്ട്, ഒരു മാസം കൊണ്ട് ഒരു ടീച്ചർ മറ്റുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നുണ്ട് CBSEയിൽ. അപ്പോൾ അപ്പോൾ സാർ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ടീച്ചറെ ഇത്രയും കുട്ടികളുണ്ടല്ലോ, ടീച്ചർ എല്ലാവർക്കും കൂടെ പ്രയാസമാണെങ്കിൽ കുറച്ച് കുട്ടികളെ ഹിന്ദിയിലേക്ക് മാറ്റാം ആ ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാറേ, കുഴപ്പമില്ല, ഇവരെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറിന് ബുധനാഴ്ച ദിവസം സാറ് ക്ലാസ് തരും. അപ്പോൾ ആ ചൊവ്വയും ബുധനും CBSEയിലെ വലിയ കുട്ടികൾക്ക് 5 മുതലുള്ള കുട്ടികൾക്ക് 6 മുതലുള്ള കുട്ടികൾക്ക് ഞാൻ സോഷ്യൽ, മലയാളം അങ്ങനെ എന്തെങ്കിലും എടുക്കണം. ആ ഒരു രീതിയിലേക്കെല്ലാം ചേഞ്ചൊക്കെ ചെയ്തു. പക്ഷേ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ സാറാകെ ഒരു വിഷമത്തിലാണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. പക്ഷേ സ്റ്റേറ്റിലെ കുട്ടികൾക്കൊന്നും അത്ര വലിയ വീട്ടുകാർക്ക് പ്രശ്നമില്ല. ഈ CBSEയിലെ കുട്ടികളുടെ വീട്ടിലുള്ളവർക്കാണ് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളെന്നും തോന്നുന്നു കൂടുതലായിട്ട്. കാരണം സ്റ്റേറ്റ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന, അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. അവർ പഴയ ആളുകളാണ്, ആ പഴയ രീതിയിലൊക്കെ അവർ മുന്നോട്ട് പോട്ടെ, പഠിക്കുമെന്നുള്ള ആ ഒരു ഇതുണ്ട്. പക്ഷേ ഇവർക്ക് സംഭവിക്കുന്ന മാറ്റമെന്നറിയില്ല. പഠിക്കണ്ട, ചുമ്മാ വന്ന് വർത്താനം പറഞ്ഞ് ഇരുന്നിട്ട് പോകുന്നതാണ് ഇഷ്ടം എന്നുള്ളവർ ആ ഒരു രീതിയിൽ തന്നെ വെറുതെ വരിക, പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്. ഇപ്പോൾ അടുത്ത എക്സാം വരുവാണ് ഡിസംബർ. ഇനി എത്ര ദിവസമുണ്ട് ഡിസംബർ ആവാൻ? 24 6 ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു മാസം തീരുകയാണ്. പിന്നെ ഡിസംബർ 1 ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷം തീർന്നു. പിന്നെ ജനുവരി എന്ന് പറയുമ്പം അടുത്ത വർഷമായി. ജനുവരി, ഫെബ്രുവരി 2 മാസമായി. 3-ാമത്തെ മാസം മാർച്ച് എക്സാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു ഇനിയെങ്കിലും. ഇന്നും ഞാൻ 10നോട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കൂ, കുറച്ചെങ്കിലും പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. എവിടെ? ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, അതിൻ്റെ പ്രയോജനം മൊത്തം നിങ്ങൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് തൊട്ടേ ഞാൻ പഠിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് നാളത്തേക്കാക്കും. അതാണ് നിങ്ങളുടെ പ്രശ്നം. ശരിയാ ടീച്ചറെ. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ മാറ്റി വെച്ചോ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമവും തോന്നുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക അല്ലേ?